കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫാമിലി കോടതിയിൽ ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് വിധിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ്. ഇതൊരു കുടുംബ കോടതി വിധിയാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം. അതായത് ഭർത്താവും ഭാര്യയും അവരുടെ അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ എന്നുള്ളതിൻ്റെ ഫോം രണ്ടാളും കോടതിയിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഭർത്താവിന് 12,000 രൂപയാണ് എല്ലാ ചിലവുകളും കഴിഞ്ഞിട്ട് അവസാനം ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മുടെ റൂൾ അനുസരിച്ച് 12,000 രൂപയുടെ 25% എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3,000 രൂപയാണ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുവാനായിട്ട് സാധാരണഗതിയിൽ കോടതിക്ക് വിധിക്കുവാനായിട്ട് സാധിക്കുള്ളൂ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം. പക്ഷേ ഈ ഭാര്യയ്ക്ക് 7,500 രൂപയാണ് കോടതി വിധിച്ചത്. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് നമുക്കോട് പറയാനായിട്ട് പോകുന്നത്. ഭർത്താവിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ടെക്നിക്കലായിട്ടുള്ള അറിവില്ലായ്മ നിമിത്തം സംഭവിച്ചിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. അതായത് ഈ തെളിവെടുപ്പ് എടുക്കുന്ന സമയത്ത് ഭാര്യയുടെ ഭർത്താവിനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇങ്ങനെയാണ്: ഭർത്താവിന് ഒരു മാസം നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് എത്ര രൂപ ചെലവ് വരുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യം എതിർഭാഗം വക്കീൽ ഭർത്താവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഭർത്താവ് അപ്പോൾ പറഞ്ഞ മറുപടി 10,000 രൂപ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഒരു ദിവസം ഒരു മാസം നല്ല രീതിയിൽ കഴിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ആ പോയിന്റാണ് കോടതി ഇവിടെ നോട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ എങ്ങനെ വേണമെങ്കിലും ഫയൽ ചെയ്തോളൂ. പക്ഷേ ഭർത്താവിന് ഒരു മാസം 10,000 രൂപ ആവശ്യമുള്ളത് കൊണ്ട് അതേ ഡിഗ്നിറ്റി അതേ സോഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് ഭാര്യയ്ക്കും ഏകദേശം എത്ര ആവശ്യം വരും? 10,000 രൂപ വരും എന്നുള്ള സുപ്രീം കോടതിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിധിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കോടതി എന്ത് ചെയ്തു? 7,500 രൂപ ഭാര്യയ്ക്ക് ചെലവിനായി വിധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഭർത്താവ് എന്ത് തരത്തിലുള്ള സോഷ്യൽ സ്റ്റാറ്റസ് ആണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതേ സോഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് എത്ര രൂപയാണോ വേണ്ടത് ആ എമൗണ്ട് ഭാര്യയ്ക്ക് വിധിക്കുവാനായിട്ട് കുടുംബ കോടതിക്ക് കഴിയും എന്നുള്ള ആ ഒരു പോയിന്റ് വെച്ചുകൊണ്ട് 7,500 രൂപ കോടതി തിരിക്കാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് ഇതുപോലൊരു ചോദ്യം വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു മാസത്തെ ഡെയിലി എക്സ്പെൻസ് എന്ന് പറയുന്നത് 10,000-ഓ 20,000-ഓ എന്ന് പറയാതെ എങ്ങനെയെങ്കിലും അത് ഒരു 2,000-3,000 ആണ് എന്നുള്ള ലെവലിൽ പറയാം. ഈഗോ ഹേർട്ട് ആവാതെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ എമൗണ്ട് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ നിങ്ങൾ എന്തൊക്കെ ഫയൽ ചെയ്താലും നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ ചെലവിന് വേണം ആ എമൗണ്ടിൻ്റെ തത്തുല്യമായ ഒരു സംഖ്യ ഭാര്യയ്ക്ക് കൊടുക്കുവാനായിട്ട് ഓർഡർ ഇടാനായിട്ട് ഫാമിലി കോടതിക്ക് കഴിയും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.